കുത് സോഫിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മിക്കവാറും ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ കുട്ടികളുമായിട്ട് പുറത്തു പോകാറുണ്ട്, ആഹാരങ്ങൾ കഴിക്കാറുമുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ചോപ്സി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് ഒരു അമേരിക്കൻ ചോപ്സിയാണ്. ഇതുണ്ടാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണെന്നാണ് എല്ലാവരുടെയും വിചാരം. പക്ഷേ അങ്ങനെയല്ല. അല്പക്ഷമയും ഒരല്പസമയവും ഉണ്ടെങ്കിൽ ഈ നല്ല രീതിയിലുള്ള ഒരു അമേരിക്കൻ ചോപ്സി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നമുക്കത് വളരെ ആരോഗ്യപ്രദവുമാണ്. നമ്മൾ തന്നെ എന്തൊക്കെ വിഭവങ്ങളാണ് ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയുകയും ചെയ്യാം. നിങ്ങളെല്ലാവരും, കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ അമേരിക്കൻ ചോപ്സി വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്തൊക്കെ ചേർത്ത് എങ്ങനെയാണ് ഈ അമേരിക്കൻ ചോപ്സി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 2 നൂഡിൽസാണ്. ഇത് മുഴുവനോടെ ഞാൻ അടർത്താതെ വെച്ചേക്കുവാണ്. ഇത് മുഴുവനോടെ വേവിച്ച് വറുത്തെടുക്കാനുള്ളതാണ്. 2 മീഡിയം സൈസ് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, 3 ബീൻസ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, 2 കപ്പ് കാബേജ് നീളത്തിൽ തന്നെ അരിഞ്ഞത്, 1 മീഡിയം ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞത്, 1/2 കിലോ ചിക്കൻ, ഇത് ബോൺലെസ് ചിക്കനാണ്, ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്നത്, 1 മീഡിയം സൈസ് സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, 4 നീളത്തിലുള്ള സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ട് ഞാൻ വലുതാക്കിയും ചെറുതാക്കിയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, 8 അല്ലി ചെറിയ അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 മുട്ട, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ തക്കാളി സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, ഒരു 1.5 ടീസ്പൂണോളം വിനാഗിരി, പുളിപ്പനുസരിച്ച് വേണം ചേർക്കാൻ, വെള്ളം. നൂഡിൽസ് വറക്കാനുള്ള ഓയിൽ, സൺഫ്ലവർ ഓയിൽ. ഇനി ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന മുളക് പൊടി മുഴുവനും, മഞ്ഞൾപ്പൊടി, ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതിനാവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇപ്പോൾ ഈ വെള്ളം തിളച്ച് വരുന്നത് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെള്ളം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വേകണം. എന്ന് പറഞ്ഞാൽ ഒത്തിരി പോകണ്ട, എന്നാലും ഒന്ന് വെന്ത് കിട്ടണം. നൂഡിൽസ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്ന് കോരിയെടുക്കാം. നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇത് വറക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ, ഒത്തിരി എണ്ണ കിടക്കേണ്ട, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പോരെങ്കിൽ അല്പം കൂടെ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് മൂടി വെച്ചിരിക്കുന്നത്. ഇതൊന്ന് നോക്കാം. ഇത് ഈ എണ്ണ കിടന്ന് തന്നെ വെന്ത് കിട്ടണം. വേറെ വെള്ളമൊന്നും ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല. നമുക്ക് തീ കുറച്ച് വീണ്ടും മൂടി വെക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ചിക്കൻ വേകുന്ന നേരത്തെ നമുക്ക് വേറൊരു അടുപ്പിൽ ഈ നൂഡിൽസ് ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത്. ഓയിൽ നല്ലവണ്ണം ചൂടാകണം. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം.
നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ വറുത്തെടുക്കണം. ഇനി നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നൂഡിൽസ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാൻ ആ നൂഡിൽസ് വറുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് ഒഴിക്കുകയാണ്. ഇത് സൺഫ്ലവർ ഓയിലാണ്. 1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്ത് കിട്ടണം. അതിൻ്റെ പച്ചമണം ആദ്യം ഒന്ന് മാറി കിട്ടണം. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് സവാള ചേർക്കാം. സവാള ഒന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ബീൻസും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസിൽ ഏറ്റവും കൂടുതൽ വേവുള്ളത് ഈ ക്യാരറ്റിനും ബീൻസിനുമാണ്. ഇതല്പം വേവ് കൂടുതലുള്ളതുകൊണ്ട് നമുക്കിതൊന്ന് തീ കുറച്ചിട്ട് അല്പസമയം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് നോക്കാം. ഇപ്പം ക്യാരറ്റും ബീൻസും ഒക്കെ ഏകദേശം വേവായിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ വേവിച്ചെടുക്കുന്ന പോലെ ഒത്തിരി വേകണ്ട. ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട് ഇപ്പം. ഇനി അതിലേക്ക് കാബേജ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാബേജിനും ക്യാപ്സിക്കത്തിനും ഒന്നും ഒത്തിരി വേവില്ല. ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു കളറേ ഉള്ളൂ. ഇത് മഞ്ഞ റെഡും ഒക്കെ ഉള്ളവർ അതെല്ലാം ചേർക്കാം. ഇത് ഞാൻ 2 ചോപ്സിക്കാണ് ഇത്രയും വെജിറ്റബിൾസ് എടുത്തിരിക്കുന്നത്. ഇതിനുള്ള ഉപ്പ് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. വേറെ ഇതിനകത്ത് എരിവൊന്നുമില്ല. നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയൻ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തൊന്ന് കലക്കിയെടുക്കാം. ഇത് കട്ടയില്ലാതെ കലക്കിയെടുക്കണം. ഈ ഗ്രേവി ഒരു തിക്നെസ്സിനും പിന്നെ ഒരു ഗ്ലേസിങ്ങിനും ഒക്കെയാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. ഈ കോൺഫ്ലവർ കലക്കിയത് നമുക്കിതിലേക്ക് ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് അല്പസമയം ഇതൊന്ന് മൂടി വെക്കാം. തീ തീരെ കുറച്ചിട്ട് കൊടുക്കണം. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിരിക്കുവാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്കതിലേക്ക് സോസുകൾ ചേർക്കാം. 1 ടീസ്പൂൺ സോയാ സോസ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഗ്രീനേ ഉള്ളൂ. റെഡ് ഉണ്ടെങ്കിൽ റെഡും ചേർക്കാം. ഇപ്പം പപ്പാതി ചേർക്കണമെന്നേ ഉള്ളൂ. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഒരു 1/2 ടീസ്പൂൺ വിനാഗിരിയാണ് ഞാൻ ചേർക്കുന്നത്. ഇതിൻ്റെ സോസിൻ്റെയും വിനാഗിരിയുടെ എല്ലാം ടേസ്റ്റ് നോക്കിയിട്ട് അല്പം പുളിപ്പിന് വേണ്ടിയാണ് ഈ വിനാഗിരി ചേർക്കുന്നത്. അങ്ങനെ ഒന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ അല്പം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ ഉപ്പും എരിവും എല്ലാം ഇപ്പം നോക്കണം. ഈ സോസുകൾക്കെല്ലാം ഉപ്പുള്ളത് കൊണ്ട് ആദ്യമേ ഉപ്പ് ഒത്തിരി കോരി ഇടരുത്. അതെല്ലാം കഴിഞ്ഞ് നോക്കിയിട്ട് വേണം ഉപ്പ് ബാക്കി ചേർത്ത് കൊടുക്കാൻ. നമുക്കിത് ഒരല്പസമയം ഏറ്റവും തീ കുറച്ചൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ എല്ലാ ടേസ്റ്റും ഈ വെജിറ്റബിൾസിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്പസമയം നമ്മൾ മൂടി വെച്ചിരുന്ന ഇനി ഒന്ന് നോക്കാം. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. അമേരിക്കൻ ചോപ്സ്റ്റിക്കുള്ള ഗ്രേവി റെഡിയായി. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ടയൊന്ന് ബുൾസൈ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് അല്പം കുരുമുളക് പൊടിയും ഉപ്പ് പൊടിയും ഇട്ട് കൊടുക്കാം. ഇത് റെഡിയായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത് നമുക്കിതുപോലെ ബുൾസൈ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ചോപ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിൻ്റെ മീതെ ഗ്രേവി ഇട്ട് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ബുൾസൈയും വെച്ച് കൊടുക്കാം. നമ്മുടെ അമേരിക്കൻ ചോപ്സി റെഡിയായി. ഇതുപോലെ നമുക്ക് മറ്റേതും റെഡിയാക്കി എടുക്കാം. ഇത് റിച്ചും ഹെൽത്തിയുമാണ്. അതുപോലെ വെജിറ്റബിൾ കഴിക്കുകയില്ലാത്ത കുട്ടികളെ വെജിറ്റബിൾ കഴിപ്പിക്കാൻ നല്ലൊരു മാർഗ്ഗമാണിത്. ഇതെല്ലാവരും ഉണ്ടാക്കി കുട്ടികൾക്കും എല്ലാവരും കഴിക്കണം. നിങ്ങൾ ഈ ചോപ്സി ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫിയ കുര്യാക്കോസ്.